ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഈ പുഴയിലേക്ക് എത്തി. നമസ്കാരം, ബ്ലോഗേട്ടനാണ്. കടൽ കയറി വന്ന് നമ്മുടെ പുഴയിൽ മുട്ടാറായി എന്ന് ഞാൻ പറയാറുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനേ ഡ്രോണും കൊണ്ടുവന്ന് അതൊന്ന് പറത്തിയിട്ട് ആ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കടലും പുഴയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാൻ പറ്റില്ല. പക്ഷേ ഡ്രോണിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് മുകളിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എത്രത്തോളം ഇവിടെ കടൽ കയറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നാട് എങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഡ്രോണിൻ്റെ ഒരു വിഷ്വൽ ഒന്ന് കാണിക്കാം. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. കൂടുതലായിട്ടൊന്നും ഈ വീഡിയോയിലില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂ. ഞാൻ ഡ്രോണിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് തെങ്ങുകൾ നിങ്ങൾക്ക് കാണാം, തല പോയി നിൽക്കുന്നതും തെങ്ങിൻ്റെ ചെറിയ കുറ്റികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇന്ന് ഈ ഒരു വിഷ്വൽ എടുക്കുന്ന ദിവസം കടൽ വളരെ നോർമലാണ്. കടൽ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. നല്ല വെയിലുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൃത്യമായിട്ട് വിഷ്വൽസ് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് കാണാം, ഈ ഒരു പുഴ കാണാം, അതിന് കടലും കാണാം. ഈ പുഴയും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ദാ കണ്ടില്ലേ, ഇപ്പോഴത്തെ ഒരു ഡിസ്റ്റൻസാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കടലും പുഴയും തമ്മിൽ ഇങ്ങനെ ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ മുമ്പത്തെ വിഷ്വൽ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ഇതുപോലുള്ള ഡ്രോൺ വിഷ്വൽസ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു ഗൂഗിൾ എർത്ത് വിഷ്വൽ കാണിക്കാം. എൻ്റെ മുമ്പത്തെ വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഈ ഒരു നാടിനെ. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ ഡ്രോൺ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഡ്രോൺ വ്യൂ അല്ലെങ്കിൽ ഒരു ഏരിയൽ വ്യൂ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഗൂഗിൾ എർത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ ഒരു ഏരിയൽ വ്യൂ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്. ഇത് ഇപ്പോഴത്തെ ഒരു വ്യൂ ആയിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ വ്യൂ ഒന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഗൂഗിൾ എർത്ത് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പിൻ പോയിൻ്റ് കണ്ടോ, ഈ ഒരു വീടാണ് അവിടെ തകർന്ന് കിടക്കുന്ന വീട്. ആ വീട് ഇപ്പോൾ തകർന്നു പോയി. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ ആ ഒരു വീടുണ്ട്. പക്ഷേ ഇതിന് ശേഷം കടൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കടൽ ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ വന്നിട്ട് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ കടൽ നിൽക്കുന്നത്. ഈ ഒരു വീടൊക്കെ പോയി. അപ്പോൾ അത് ഗൂഗിൾ എർത്തിൽ അപ്ഡേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കടലും പുഴയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇത്രത്തോളം കുറഞ്ഞതായിട്ട് കാണാം. ഇവിടെയാണ് ഇപ്പോൾ കടൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രോൺ വ്യൂവിൽ കണ്ട പോലെ ഇത്രയും ഡിസ്റ്റൻസാണ് ഇപ്പോൾ കടലുമായിട്ടുള്ളത്. ഇനി ഈ കാണുന്ന ഇവിടെയാണ് എൻ്റെ വീട്. ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻ്റെ വീടും കടലും തമ്മിലും വളരെ കുറഞ്ഞ ഡിസ്റ്റൻസ് ആയിപ്പോളൂ. അതായത് ഇത്രയില്ല, ഇവിടം വരെ കടൽ കയറിയതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ആയിപ്പോളൂ. ഇനി നമുക്ക് ഇതിനകത്ത് വ്യൂവിൽ ഹിസ്റ്റോറിക്കൽ ഇമേജറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുൻവർഷത്തെ വിഷ്വൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വർഷം മുമ്പിലേക്ക് പോയി നോക്കാം. ഒരു 2018 ഒന്ന് പോയി നോക്കാം. 2018 ഈ ഒരു വിഷ്വൽ കുറച്ച് ക്ലാരിറ്റിയുള്ള വിഷ്വലാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പിന്ന് കണ്ടോ, പിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വീട്, അതായത് കടലിൽ പോയ ആ വീടാണ്. ആ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി, അതിൻ്റെ ഇടയിൽ എത്രത്തോളം തെങ്ങുകളും, ഈ കാണുന്നതൊക്കെ തെങ്ങുകളാണ് കേട്ടോ. കണ്ടോ എത്രത്തോളം തെങ്ങുകൾ മരങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് നോക്കി. ഈ ഒരു വീടും കടലും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നോക്കി. അതുപോലെ ഈ പുഴയും കടലും തമ്മിൽ ഈ ഒരു ഭാഗത്ത് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു നോക്കി. അതിനകത്ത് ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു നോക്കി. തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല പച്ചപ്പെട്ട് നിൽക്കുന്ന സ്ഥലമായിരുന്നു ഒരുപാട്. ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട് കേട്ടോ. അത് ഈ തെങ്ങിൻ തോപ്പിലായതുകൊണ്ട് കാണാത്തതാണ്. ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ വീടുകളുള്ള സ്ഥലമായിരുന്നു. ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ വീടുകളല്ലേ, അതുകൊണ്ടാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇവിടെ വീടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി വീടുകളുണ്ടായിരുന്നൊരു സ്ഥലമാണ്. 2018 വ്യൂ ആണ് നമ്മൾ ഈ കണ്ടത്. ഇതിലിപ്പോൾ അതിന് കഴിഞ്ഞിട്ടൊരു 20 വന്നാലും കണ്ടോ, 20 വന്നാലും അത് കാണാം. ഇനിയിപ്പോൾ 21 വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത് വന്നു കണ്ടോ, ഇത്രയും അടുത്ത്. ഇവിടുത്തെ 20 വന്നുള്ള വിഷ്വൽ 18 വിഷ്വലും 21 വിഷ്വലും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. 21 ഇവിടുത്തെ തെങ്ങുകളൊക്കെ പോയി ഒരു വീടും കടലും തമ്മിൽ ഇത്രയും അടുത്തായി. ഈ പുഴയും കടലും തമ്മിൽ ഇത്രയും അടുത്തായി. 22 വന്നാൽ പിന്നെയും ഡിസ്റ്റൻസ് കുറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു മുനമ്പ് പോലെ ആയി. ഇവിടെ ഒരു വീടുണ്ട്, ആ വീടൊക്കെ അവിടെ തന്നെ ഉണ്ട്. സൂം ചെയ്ത് നോക്കാം. പുഴയും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, എൻ്റെ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. 23 വരാം. 23 വന്നാലും അതുപോലെ തന്നെ. ഗൂഗിൾ എർത്ത് എപ്പോഴും അപ്ഡേറ്റ് ആവുന്നില്ല, അതുകൊണ്ടാണ് ചില സമയത്ത് വിഷ്വൽ അതുപോലെ തന്നെ കാണിക്കുന്നത്. 2024, ഇനിയിപ്പോൾ 25. അതായത് ഇപ്പോഴത്തെ വിഷ്വൽ കണ്ടോ. ഈ ഒരു വീട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീട് ഇല്ല ഇപ്പോൾ. അതുപോലെ പുഴയും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ്
ഇത്രയും കുറഞ്ഞു. ഇത്രയല്ല, ഞാൻ ഒന്നുകൂടി ഇനി നമുക്ക് വീണ്ടും ആ ഡ്രോൺ വ്യൂയിലേക്ക് തന്നെ പോവാം. അപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് കാണാമല്ലോ. വീണ്ടും നമ്മുടെ ഡ്രോൺ വ്യൂയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് കാണാം ഇപ്പോഴത്തെ കടലും പുഴയും ഒരു ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാം. ഇതാ കടൽ, ഇന്നത്തെ ദിവസം കടൽ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് നമ്മുടെ അഴിമുഖവും അതിൻ്റെ പുലിമുട്ടുകളൊക്കെയാണ് കേട്ടോ. ഇവിടെ 3-4 പുലിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. അറിയാത്തവർക്കാണെങ്കിൽ ഇതാ അഴിമുഖത്തിൻ്റെ 2 സൈഡിലായിട്ട് 2 പുലിമുട്ടുകൾ, അതിന് ശേഷം ഇങ്ങോട്ട് ഇടപ്പുലിമുട്ടുകൾ കുറച്ചുണ്ട്. ഈ പുലിമുട്ടുകൾ ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ തെക്ക് ഭാഗമുള്ള ഈ പ്രദേശം ഇത്രയും കടലെടുത്ത് തുടങ്ങിയത് എന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കെല്ലാം ഒരു പരാതിയും ആരോപണവും ഉണ്ട്. അതിൽ കുറേയൊക്കെ സത്യമുണ്ട് എന്ന് പലരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പോലും പലരും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ദാ ഇവിടെ ഈ കാണുന്ന ഇവിടെ ഒരു അടയാളം കണ്ടോ, ഇതാണ് നമ്മൾ നേരത്തെ ഒരു പിൻമാർക്ക് ചെയ്ത് ഞാനൊരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ആ വീട് ഞാൻ പറഞ്ഞല്ലോ, ആ വീട് കടലിൽ തകർന്ന് വീണു. അപ്പോൾ കടൽ അതും കഴിഞ്ഞ് പിന്നെയും കയറി, ഇത്രയും ദൂരം പിന്നെയും കയറി. ഇപ്പോൾ കടൽ ഇറക്കമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏകദേശം ഈ കുറച്ചുകൂടി കയറി നിൽക്കും കടൽ, ആ ഒരു ലെവലിലാണ് നിൽക്കാറ്. അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് കുറച്ചുകൂടി തെക്കോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പുഴയും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. അവിടെ നമ്മൾ കണ്ട അത്രയും ഡിസ്റ്റൻസ് ഇവിടെ ഇല്ല. ഇനി കുറച്ചും കൂടി ഉയരത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ദാ ഇവിടേക്ക് വരുന്തോറും അതൊരു നേർത്ത വരമ്പ് പോലെ കുറഞ്ഞു വരുന്നത് കാണാം. ഈ ഒരു ഡിസ്റ്റൻസ് ഇനി കവർ ചെയ്യാൻ എത്ര നാൾ വേണ്ടി വരും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത്രയും ദൂരം, അതായത് 500 മീറ്ററോ അതിലധികമോ ഒക്കെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കയറി വന്ന കടലിന് ഈ ഒരു കുറഞ്ഞ ഡിസ്റ്റൻസ് വെറും 50 മീറ്ററിൽ താഴെ ഒരു 30 മീറ്ററോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് ഇനി കവർ ചെയ്യാനായിട്ട് ഇനി എത്ര നാൾ വേണ്ടി വരും? വളരെ കുറഞ്ഞ ദിവസങ്ങൾ മതിയാവും. ഇതുവരെ കയറി വന്ന പോലെ ആവില്ല ഈ ഒരു സംഭവം ഇത് സംഭവിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇത്രയും നാൾ ഈ മരങ്ങളും അതുപോലെ അതിൻ്റെ വേരുപടലങ്ങളും ഒക്കെ നിറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള മണ്ണിനെയാണ് കടൽ കുഴിച്ച് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും ഈ പുഴയിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാനായിട്ട്. കാരണം അവിടെ യാതൊരു തടസ്സങ്ങളുമില്ല. തടസ്സങ്ങളില്ലാത്ത സ്ഥലത്ത്, വെറും മണൽ മാത്രമുള്ള സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ കടൽ വീണ്ടും മുന്നിലേക്ക് കയറി വരും. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കര തന്നെ, ഈ ഒരു പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സ്ഥലം പൊക്കുളങ്ങര കടപ്പുറം എന്ന് പറയുന്ന ഈ ഒരു കര തന്നെ ഇല്ലാതാവാൻ അധികം നാളൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഞാനിത് പറയുന്നു എന്നല്ലാതെ ഇവിടെ ആരും, അതായത് വരേണ്ടവരാരും വരുന്നില്ല. ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ആരെങ്കിലുമോ ഒന്നും വന്ന് പരിശോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് ചേറ്റുവ അഴിമുഖം, അതായത് ചേറ്റുവ കായൽ കടലിൽ വന്ന് ചേരുന്ന അഴിമുഖമാണ്. അതിൻ്റെ ഇരുവശങ്ങളിലുമാണ് വലിയ പുലിമുട്ടുകൾ. അതിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വീണ്ടും എടപ്പുലിമുട്ടുകൾ, 3 എടപ്പുലിമുട്ടുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തെക്കോട്ടുള്ള പ്രദേശമാണ് ഇപ്പോൾ ഇത്രയധികം കടലാക്രമണം നേരിടുന്നത്. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് തന്നെ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കടലിങ്ങനെ കയറി വരികയാണെങ്കിൽ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ പൊക്കുളങ്ങര പാലമാണ് കാണുന്നത്. പൊക്കുളങ്ങര പാലം, ആ പാലം സ്ഥിതി ചെയ്യുന്ന പുഴ, ആ പുഴയുടെ ഇപ്പുറത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ റോഡ് പോകുന്നുണ്ട്. ആ ഒരു നാടിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ ആ ഒരു നാട്, ആ ഒരു ഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഈ പുഴയിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്ന് കയറി അടുത്ത പുഴയിലേക്ക് അധികം ദൂരമൊന്നുമില്ല, അതും കവർ ചെയ്യപ്പെടാം. അതും കവർ ചെയ്ത് വീണ്ടും കടലിങ്ങനെ കയറി വരും. എൻ്റെയൊക്കെ എനിക്ക് ഇനിയും ആയുസ്സുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെയൊക്കെ ജീവിതകാലത്ത് തന്നെ അത് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ നാഷണൽ ഹൈവേ പോലും ഇവിടെ നിന്ന് അധികം ദൂരെയല്ല. ഒരു 1.5 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ് നാഷണൽ ഹൈവേ സ്ഥിതി ചെയ്യുന്നത്. കടലിനെ സംബന്ധിച്ച് ഈ 1.5 കിലോമീറ്റർ എന്നൊന്നും പറയുന്നത് വലിയ ഡിസ്റ്റൻസ് ഒന്നുമല്ല. അത് കവർ ചെയ്യാനൊന്നും അധികം സമയം വേണ്ടി വരില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടുള്ളവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരൊക്കെ ഇപ്പം തന്നെ വന്ന് കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം, ഈ പുഴയും കടലും തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം. ഇവിടെ വന്നിട്ടില്ലാത്ത നിങ്ങൾക്കും ഞാൻ പറഞ്ഞു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ ചുമ്മാ ഇങ്ങനെ കടലിൻ്റെ വീഡിയോ ഇട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ചിലരൊക്കെ പറയുന്നുണ്ട് ദിവസവും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുഴിപ്പൻ തിരമാലകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണമുണ്ട്. എൻ്റെ നാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ വിഷമം, എൻ്റെ സങ്കടം, അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. ഓക്കെ,
അപ്പോൾ ശരി, വേറെ ഇന്ന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ജസ്റ്റ് ഈ വിഷ്വൽ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു, കാണിച്ചു, അത്രേ ഉള്ളൂ.